ക്യാമറ കടലിൽ എറിഞ്ഞ് നോക്കുന്നത്. അതൊന്നും കണ്ടല്ലോ, വേറെ ഒരു സേഫ്റ്റിയും ഇല്ല. ജസ്റ്റ് നമ്മുടെ സാധനം തിരിച്ചു കിട്ടി, ഒന്നും പറ്റിയിട്ടില്ല. വേറെ ഒന്നും വേണ്ട, കപ്പലിന്റെ അടിഭാഗമൊന്നും കണ്ടു കിട്ടിയാൽ മതി. സോ അപ്പൊ നമുക്ക് താഴെ ഒന്ന് നോക്കാം. ഞാൻ പൊക്കിയെടുക്കുകയാണ്. Didn't even get to cross. Didn't even get to cross. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ സ്കിൽഡ് പറയുന്ന എയ്റ്റ് ചോയ്സസ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ, ഇന്ന് ചെറുതായിട്ട് ഇച്ചിരി അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം അഡ്വഞ്ചർ എന്താണെന്നല്ലേ വീഡിയോയിൽ തന്നെ കണ്ടറിയാം. അതിന് മുമ്പേ ചെറിയൊരു രീതിയിലൊരു ഇൻട്രോ തരാം. നമ്മുടെ കയ്യിലുള്ള ഗോപ്രോ നമ്മൾ കടലിലിട്ട് നോക്കുകയാണ് കേട്ടോ. നമ്മളെല്ലാം ഗോപ്രോ ജസ്റ്റ് ഒന്ന് വാട്ടർ ടെസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഒരു നിഗമനം അനുസരിച്ചിട്ട് ഗോപ്രോ ഫ്രഷ് വാട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അത് ഫ്രഷ് വാട്ടറിൽ മാത്രമേ ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു നിഗമനം ഉണ്ടായത്. പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എൻ്റെ കൂട്ടുകാരനാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. ഉപ്പ് വെള്ളത്തിലും, അതായത് സോൾട്ട് വാട്ടറിലും ഗോപ്രോ ഉപയോഗിക്കാൻ പറ്റും. 10 മീറ്റർ വരെ വിത്തൗട്ട് കേസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് അവനാണ് എനിക്ക് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അഖിൽ വി എസ് എന്നാണ്. കാനഡയിലാണ് പുള്ളിക്കാരൻ സെറ്റിൽഡ്. അപ്പോൾ പുള്ളിക്കാരാണ് എനിക്ക് ഈ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ജസ്റ്റിൻ്റെ നിൻ്റെ കയ്യിലുള്ള ക്യാമറ നിനക്ക് ഉപ്പ് വെള്ളത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ട്. കാരണം കുറേ നാളായിട്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേടിയായിരുന്നു, ഉപ്പ് വെള്ളത്തിൽ ഇറക്കുമ്പം സോൾട്ട് കണ്ടന്റ് അല്ലേ ഈ കാണുന്ന ഓട്ടയിലൊക്കെ, ക്യാമറയിൽ കുഞ്ഞു കുഞ്ഞു ഓട്ടകളുണ്ട്, അതിലൊക്കെ കയറി പറ്റുമെന്നുള്ളൊരു ഭയമായിരുന്നു. പക്ഷേ ഫ്രണ്ട് മുഖേന എനിക്കത് ക്ലിയർ ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാണ് ഈ വീഡിയോയിലൂടെ. ഈ ക്യാമറ ഗോപ്രോ നമ്മൾ വെള്ളത്തിലിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇതിൽ മൊത്തം ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. 2-3 സെറ്റായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒന്ന് ഷിപ്പ് ആങ്കർ ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഷിപ്പ് റണ്ണിങ് കണ്ടീഷനിൽ, അതായത് ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോപ്രോ വെള്ളത്തിലിടാൻ ട്രൈ ചെയ്തത്. അങ്ങനെ കുറച്ച് പാർട്ടുകളൊക്കെ ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. അതൊക്കെ ഒരുമിപ്പിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടായിരിക്കണം കപ്പലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പൽ വഴി ഗോപ്രോ വെള്ളത്തിലിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ. സോ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഒരുമിച്ച് കണ്ടു നോക്കാം. വീഡിയോ എന്തായാലും അടിപൊളിയാവും, നിങ്ങൾക്ക് ബോറിംഗ് ആവത്തില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. അപ്പം അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്തതാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത് വരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരാം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗോപ്രോ ഏകദേശം 1 മാസമായി. പക്ഷേ ഇത് വാട്ടർ ടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. മിക്ക ആൾക്കാരും എന്താ പറയുക, ക്യാമറ കൂടെ ഡൈവ് ചെയ്തിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു ക്യാമറ കടലിൽ എറിഞ്ഞ് നോക്കുന്നത്. അതൊന്നും കണ്ടല്ലോ, വേറെ ഒരു സേഫ്റ്റിയും ഇല്ല. ജസ്റ്റ് ക്യാമറ ഇവിടെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരനാണ്. ജസ്റ്റ് ക്യാമറ കൂടെ ഉണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ടങ്കൂസ് നൂല് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഫിഷിങ് ഉപയോഗിക്കുന്ന ജസ്റ്റ് ടങ്കൂസ് നൂലാണിത്. അപ്പം എത്ര സേഫ്റ്റി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ആരും ട്രൈ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ഈ നോട്ടൊന്ന് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി പാളും, തിരിച്ച് കിട്ടുന്നതല്ല ക്യാമറ. സോ ജസ്റ്റ് നമ്മൾ കടലിലെറിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളിത് വെള്ളത്തിലെറിഞ്ഞ് നോക്കുകയാണ്, വേറെ ഒന്നുമല്ല. കടലിലെ വ്യൂ, അണ്ടർ വാട്ടർ വ്യൂ, അത് പ്രൊപ്പലറും കാര്യങ്ങളും കാണാൻ പറ്റുമോ ഇല്ലെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ്. പുറത്ത് നല്ല കാറ്റ് നിങ്ങൾക്ക് കാണാം, പുറത്ത് നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ സ്വെല്ലുണ്ട്, നല്ല സ്വെല്ലുണ്ട്, ഹൈ സ്വെല്ലാണ്. അപ്പം ഈ ക്യാമറ എത്രമാത്രം കണ്ട് സ്റ്റെബിലൈസ് ചെയ്യുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം ഇവിടെയാണ്. കാരണം ക്യാമറ തലകുത്തനെയാണ്. നമ്മൾ നോർമലി ഷൂട്ടിങ്ങിനാണെങ്കിൽ തലകുത്തനെയാണ്. കാരണം എവിടെയും നോട്ട് ചെയ്യാൻ കെട്ടാനായിട്ട് സ്ഥലമില്ല. ഇവിടെ തലകുത്തനിട്ടാണ് ചെയ്യുന്നത്. നോക്കാം എത്രമാത്രം ക്ലിയർ ആയിട്ട് കിട്ടുന്ന അറിയില്ല. താഴെ കാണിക്കും. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വിഷ്വൽസ് ഇച്ചിരി സാഹസികത ഏറിയതാണ്. അതിസാഹസികത എന്ന് തന്നെ പറയാം. കാരണം ഒരു ഫിഷിംഗ് ലൈനിൽ കെട്ടിയിട്ടുള്ള ക്യാമറയാണ് വെള്ളത്തിലോട്ട്, കടലിലോട്ട്, നടുക്കടലിൽ ഇറക്കുന്നത്.
ചങ്കിടിപ്പ് കൂടുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു ക്യാമറയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് കിട്ടുമോ എന്നുള്ളത് നോക്കാം കേട്ടോ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. ഫ്രണ്ട്സ്, തൊട്ട് മുമ്പുള്ള വിഷ്വൽസ് നമ്മൾ കണ്ടത് കുറച്ച് ഡോൾഫിൻസ് ആണ്. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ക്യാമറയിൽ പെട്ടതാണ്. ഞാൻ വിചാരിച്ചാൽ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ കാണാൻ ഉദ്ദേശിച്ചത് കപ്പലിൻ്റെ പങ്കായം, അത് പ്രൊപ്പലർ, ഈ കാണുന്ന ഈ സാധനം ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മാത്രമാണ്. ഇത് സെക്കൻഡ് ഫുട്ടേജിലാണ് വന്നത്. ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡോൾഫിൻസ് ആണ്. അപ്പം എന്താ പറയുക, ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസൾട്ട് നല്ലതുപോലെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഞാൻ വീഡിയോസിൽ ഈ കാണുന്ന അത്രയും വിഷ്വൽസിൽ വെള്ളത്തിൻ്റെ സൗണ്ടുകൾ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല. കാരണം ആ ഒരു എഫക്റ്റ് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുമ്മ് പോയി പോകും. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൻ്റെ സൗണ്ടുകളും അതുപോലെ കാറ്റ് ബാക്ക്ഗ്രൗണ്ടിലും ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. അതുപോലെ നിങ്ങൾക്ക് കേൾക്കാം. അത് ഡിസ്റ്റർബൻസ് അല്ല, അതിൻ്റെ ഒരു ഫ്ലോ ആണ്. ഇപ്പം വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്ലോ ആണ്. അപ്പോൾ അത് ഇൻക്ലൂഡ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ഷമിക്കണം, അത് ആർക്കെങ്കിലും ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ. നിങ്ങളിപ്പോൾ കാണുന്നത് പ്രൊപ്പലറാണ് കേട്ടോ. കപ്പലിൻ്റെ ഏറ്റവും ബാക്കിലുള്ള പങ്കായമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അല്ലാതെ വേറെ ഒരു വിഷ്വൽസും കിട്ടിയിട്ടില്ല. ഇതല്ലാതെ കപ്പൽ ഓടുമ്പം കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോസ് ആരും സ്കിപ്പ് ചെയ്ത്, കാരണം ഏറ്റവും അവസാനം നമ്മൾ കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ ക്യാമറ ഇട്ടിട്ട് കുറച്ചും കൂടെ സാഹസികത ഏറിയ രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഫാന് കയറുമ്പോൾ വെള്ളം പിറകിലോട്ട് തള്ളിയിട്ടാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് ക്യാമറ ഇട്ട് എന്തായിരിക്കും അവസ്ഥ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും കൂടെ ഇതിൻ്റെ അവസാനം ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് അതിസാഹസികമായിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഭയങ്കര ടെൻഷനായിരുന്നു ഈ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ഞാൻ പലതവണയായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടിരുന്ന വിഷ്വൽസൊക്കെ ആങ്കർ നങ്കൂരിട്ടിരുന്ന സമയത്തുള്ള വീഡിയോസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ എഞ്ചിൻ കപ്പൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം മുന്നോട്ട് ഓടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഫാൻ പങ്കായം ഇങ്ങനെ കറങ്ങുമ്പോൾ വെള്ളം പിറകോട്ട് തള്ളിയാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത് അല്ലേ. നല്ല പ്രഷറിൽ വെള്ളം വരും. അപ്പം എനിക്ക് ക്യാമറ കൂടുതൽ സ്റ്റേബിൾ ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ട്രൈ ചെയ്ത് എന്തെങ്കിലും കാണിക്കാന്നൊക്കെ ഒന്നും നടക്കുന്നില്ല. ചങ്ക് പട്ടപ്പെട്ടാന്ന് പറഞ്ഞ് ഇടിക്കുകയായിരുന്നു ഈ സമയത്തൊക്കെ. കാരണം ക്യാമറ ഞാൻ നമ്മുടെ ഫിഷിംഗ് ലൈനിൽ കെട്ടിയിട്ടുണ്ട്. ഇത് ആടി ഇടയ്ക്ക് 2-3 തവണ വന്നിട്ട് ഷിപ്പിൽ കൊണ്ടുവന്ന് ഇടിച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ കാരണം ഡിസ്പ്ലേയുടെ ചില്ല് പൊട്ടണ്ട. ഭയങ്കര ടെൻഷനായിരുന്നു ഇത് ചെയ്യുമ്പോൾ. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. വെള്ളത്തിൽ മുട്ടുമ്പോൾ കിടന്ന് കറങ്ങും. കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സ്, വെള്ളം ഇങ്ങനെ പ്രൊപ്പൽ ചെയ്ത് പുറകോട്ട് തള്ളി വരുമ്പം ക്യാമറ അതിൻ്റെ ഫോഴ്സിൽ ഇങ്ങനെ കറങ്ങിപ്പോകും മേളോട്ട് എടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് കുറച്ച് അങ്ങോട്ടും കറങ്ങി തല കറങ്ങുന്നത് പോലെ ഉണ്ട് ഈ വിഷ്വൽസ് കാണുമ്പോൾ. നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഫ്രണ്ട്സ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പം എന്താ ക്യാമറ വന്നിട്ട് ഷിപ്പിൻ്റെ സൈഡിൽ ഇടിച്ച സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടത്. എനിക്ക് ക്യാമറ കൂടുതലായിട്ട് വെള്ളത്തിൽ നിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വെള്ളം തള്ളിയിട്ട് കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ക്യാമറ ഒരു സ്ഥലത്തിട്ട് ഞാൻ ആ സ്ഥലത്ത് നിൽക്കത്തില്ല. ക്യാമറ ഇങ്ങനെ വലിഞ്ഞ് പിറകോട്ട് പോകത്തേ ഉള്ളൂ. പിറകോട്ട് പോയി ആ മോഷനിൽ വന്ന് തിരിച്ചടിക്കുന്ന സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് കേട്ടോ. ഇപ്പം നമ്മൾ ക്യാമറ തിരിച്ചെടുക്കുകയാണ് മേളോട്ട്. നമ്മുടെ സാധനം തിരിച്ചു കിട്ടി, ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം പിടുത്തം കിട്ടിക്കാണും. നമ്മുടെ ഗോപ്രോ നമുക്ക് ഇനി ഉപ്പുവെള്ളത്തിലും കൂടെ ഇറക്കാം എന്നുള്ളത് മനസ്സിലായി കാണാം അല്ലേ. അപ്പം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എനിക്ക് വീഡിയോ കണ്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമൊക്കെ ഗോപ്രോ ഉപ്പുവെള്ളത്തിലും പ്രവർത്തിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറ്റത്തില്ല, നമുക്ക് ഫ്രഷ് വാട്ടറിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാനും യൂട്യൂബിൽ പല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കി ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ. ബീച്ചിലുള്ള വീഡിയോസൊക്കെ കാണുന്നുണ്ട്. ബട്ട് കേസ് ഉപയോഗിച്ചതാണോ കേസ് ഉപയോഗിക്കാത്തതാണോ എന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. കുറേ പേര് ചോദിച്ചു, കുറേ ഐഡിയ ഇല്ല. അപ്പം എൻ്റെ കൂട്ടുകാരനെ ഇതിന് എന്നെ സഹായിച്ചു, ചുക്കാൻ പിടിച്ചു എന്ന് തന്നെ പറയാം ഈ ഒരു കാര്യത്തിന്. ബിഗ് താങ്ക്സ് ടു അഖിൽ വിഎസ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് ചെയ്യണമെന്ന്. പക്ഷേ നെഞ്ചിൽ പട്ടപ്പെട്ടാന്ന് പറഞ്ഞാൽ ഇടിക്കുകയായിരുന്നു. കാരണം നഷ്ടപ്പെട്ടാൽ ആദ്യം ഗിഫ്റ്റ് കിട്ടിയൊരു ക്യാമറയാണ്. ആദ്യമായിട്ട് നഷ്ടപ്പെട്ടാലുള്ള ഗതി ആലോചിച്ചു തല്ലിക്കൊല്ലും.
അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നവരെ ഹിയർ ഐ എം സൈനിങ് ഔട്ട് ജസൻ ഫ്രം സ്കിൽഡ് മറൈന. താങ്ക് യു.